തമിഴകത്തിൻ്റെ പ്രിയ താരവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയിയുടെ 52ാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ആരാധകരും സിനിമാ ലോകവും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് താരത്തിന് ആശംസകളുമായി എത്തിയത്. എന്നാൽ എല്ലാ വർഷവും വിജയിയുടെ ജന്മദിനം സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷമാക്കാറുള്ള നടി തൃഷ ഇത്തവണ ആശംസകളൊന്നും തന്നെ പങ്കുവയ്ക്കാതിരുന്നത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വിജയ്ക്കൊപ്പമുള്ള ഒരു എലിവേറ്റർ സെൽഫി പങ്കുവച്ചുകൊണ്ട് തൃഷ കുറിച്ച ആശംസ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതിനു മുൻപത്തെ വർഷം ലിയോ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ച് താരം ആശംസകൾ നേർന്നിരുന്നു. എന്നാൽ ഇത്തവണത്തെ നിശബ്ദതയ്ക്ക് പിന്നാലെ തൃഷ ഇൻസ്റ്റാഗ്രാമിൽ വിജയിയെ അൺഫോളോ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി. തൃഷ വിജയിയെ ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ താരം നേരത്തെ തന്നെ വിജയിയെ ഫോളോ ചെയ്തിരുന്നില്ലെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. 2004 പുറത്തിറങ്ങിയ ഗില്ലി എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെയാണ് വിജയും തൃഷയും തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രിയ ജോഡികളായി മാറുന്നത്. തുടർന്ന് തിരുപ്പാച്ചി, ആദി, കുരുവി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഈ കൂട്ടുകെട്ട് ഹിറ്റുകൾ സമ്മാനിച്ചു. എന്നാൽ കുരുവിക്കു ശേഷം ഇരുവരും തമ്മിൽ തെറ്റിയെന്നും അതുകൊണ്ടാണ് ഒന്നിച്ച് അഭിനയിക്കാത്തതെന്നുമുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം ലോകേഷ് കനകരാജിൻ്റെ ലിയോ എന്ന ചിത്രത്തിലൂടെ ഇരുവരും വീണ്ടും ഒന്നിച്ചപ്പോൾ വലിയ ആവേശത്തോടെയാണ് ആരാധകർ അത് സ്വീകരിച്ചത്. വിജയ്ക്കൊപ്പം അഭിനയിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പോലെയാണെന്നാണ് അന്ന് തൃഷ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. 26 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം വിജയും ഭാര്യ സംഗീതയും വേർപിരിയുന്നു എന്ന വാർത്തകൾ വന്നതോടെയാണ് വിജയും തൃഷയും തമ്മിലുള്ള സൗഹൃദം വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞത്. ചെന്നൈയിലെ ഒരു വിവാഹ സൽക്കാരത്തിൽ ഇരുവരും ഒന്നിച്ച് പങ്കെടുത്തതും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം തൃഷ വിജയിയുടെ വസതി സന്ദർശിച്ചതും ചർച്ചയായിരുന്നു. കൂടാതെ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ മക്കൾ രണ്ടുപേരും ഭാര്യയും പങ്കെടുക്കാതിരുന്നപ്പോൾ തൃഷ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ വിജയ് സിനിമകളിൽ നിന്നും പൂർണ്ണമായി മാറി തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തൻ്റെ രാഷ്ട്രീയ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്.